നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം നിർണായകമായ ചില നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് മണ്ഡലത്തിലെത്തുകയാണ്. മണ്ഡലത്തിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം ഇന്ന് എത്തുമെന്ന വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും അദ്ദേഹം എത്തിയാൽ എന്ത് സംഭവിക്കും? കേരളം ഉറ്റുനോക്കുകയാണ് പാലക്കാട്ടേക്ക്. ആകാംക്ഷയുടെ മണിക്കൂറുകളാണ്, ആശങ്കയുടെ മണിക്കൂറുകളാണ്. ലൈംഗികാരോപണങ്ങൾ ചുറ്റി നിൽക്കുന്നുണ്ട്. വലിയ ആരോപണങ്ങൾക്ക് നടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ തന്നെ 2 ചേരികളാണ് രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാം മധ്യേ ഇനി പാലക്കാട് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും രാഹുലിനെ സ്വീകരിക്കുക എന്നത് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല, ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന്. എന്ത് സംഭവിക്കുമെന്ന ആശങ്കയാണുള്ളത്. ആരോപണങ്ങൾക്ക് പിന്നാലെ അടൂരിലെ വീട്ടിൽ കഴിയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും ഇന്ന് വൈകിട്ടോടെ പാലക്കാട്ടേക്ക് എത്തുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. നിയമസഭയിലെത്തിയ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാനാണ് ഇനിയുള്ള നീക്കമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അദ്ദേഹം പാലക്കാടേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് പ്രതിഷേധങ്ങളുടെ ഒരു വഴിത്തിരിവ് എന്നതും ഏവരും ഉറ്റുനോക്കുകയാണ്. ജില്ലയിൽ നിന്നുള്ള നേതാക്കളോട് ഇന്നെത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്തേക്കും. തടയില്ലെന്ന് CPM അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഡിവൈഎഫ്ഐയും BJPയും പ്രതിഷേധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുവരുടെയും കൂട്ടത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് MLA ഓഫീസ് പരിസരത്തും നഗരത്തിലാകെയും വൻ പോലീസ് സന്നാഹമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പാലക്കാട് നടക്കുന്ന പ്രൊഫഷണൽ കോൺഗ്രസ് മീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ക്ഷണമില്ല. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെയാണ് രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രധാന പരിപാടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കിയത്. VK ശ്രീകണ്ഠൻ MP, DCC പ്രസിഡന്റ് A തങ്കപ്പൻ തുടങ്ങിയവരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക. ഞായറാഴ്ചയാണ് പരിപാടി നടക്കുക. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ക്ഷണമില്ല. യുവതികളുടെ ലൈംഗികാരോപണ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധിക്കുമെന്നാണ് CPMഉം ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം വന്നിട്ടില്ല. എത്തിയപ്പോൾ തന്നെ രാഹുലിനോട് കോൺഗ്രസ് നേതാക്കൾ അടക്കം വിമുഖത കാണിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുൽ സഭയിലെത്തിയതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ നിയമസഭയിൽ വരാൻ പാടില്ലെന്ന് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് രാഹുൽ പിന്നീട് സഭയിലെത്താത്തത്. ഇനി എത്തിയാൽ തന്നെ രാഹുലിനെ പരിഗണിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുകയാണ്. ഭരണകക്ഷി പ്രതിഷേധിച്ചാലും ഇടപെടേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല, പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനുണ്ട്. എന്നാൽ രാഹുൽ എത്തിയാൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ രാഹുലിലേക്കായിരിക്കും. അപ്പോൾ ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ആ ഒരു പ്രാധാന്യം നഷ്ടമാക്കുമെന്ന വിലയിരുത്തലടക്കം പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനൊപ്പമായിരുന്നു രാഹുൽ സഭയിലെത്തിയത്. CPM ബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം PV അൻവറിന് നൽകിയ സീറ്റായിരുന്നു രാഹുലിന് നൽകിയത്. സഭയിൽ UDF ബ്ലോക്ക് ത്തിന് ശേഷം വരുന്ന അടുത്ത സീറ്റാണിത്. പുറകിലെ നിരയായതിനാൽ രാഹുൽ ഒറ്റയ്ക്കായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്. സ്വന്തം തീരുമാനപ്രകാരമാണ് രാഹുൽ നിയമസഭയിലെത്തിയത്. നിയമസഭയിൽ വരരുതെന്ന് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല. കാരണം നിയമപരമായിട്ട് രാഹുലിനെ വിലക്കാനുള്ള അവകാശം പാർട്ടിക്കില്ല. എന്നാൽ സഭയിൽ വരുന്നതിന് രാഹുലിന് നിയമപരമായ തടസ്സം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം തീരുമാനത്തിലാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്. 9:20ഓടെയായിരുന്നു രാഹുൽ എത്തിയത്. അടൂരിലെ വീട്ടിൽ നിന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. എല്ലാ ദിവസവും സഭയിൽ എത്തുക എന്ന തീരുമാനത്തിലായിരുന്നു രാഹുൽ എന്നായിരുന്നു വിവരങ്ങൾ. പക്ഷെ ആ ഒറ്റ ദിവസം വന്ന ശേഷം മറ്റു ദിവസങ്ങളൊന്നും അദ്ദേഹം എത്തിയിട്ടില്ല. എന്തായാലും പാലക്കാട് സജീവമാകാനുള്ള ഒരു നീക്കത്തിലാണ് രാഹുൽ ആയിരിക്കുന്നത്. ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലായിരുന്നു രാഹുൽ. പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല. മണ്ഡലവും സന്ദർശിച്ചിട്ടില്ല. ചില നേതാക്കളുമായി കൂടിയാലോചനയ്ക്ക് ശേഷമായിരുന്നു രാഹുൽ നിയമസഭയിലെത്തിയത്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചിരുന്നു. നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി ദിവസം മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, പീരുമേട് നിയമസഭാംഗമായ വാഴൂർ സോമൻ എന്നിവർക്കുള്ള ചരമോപചാരം മാത്രമായിരുന്നു അന്നത്തെ പരിപാടി. 19-ാം തീയതി വരെയും 29, 30, ഒക്ടോബർ 6 മുതൽ 10 വരെയുമാണ് 12 ദിവസമാണ് സഭ ചേരുക. അതേസമയം
യുവനടി റിനി ആൻ ജോർജ് നൽകിയ പരാതിക്കെതിരെ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. അതായത് ഈ റിനി ആൻ ജോർജ് യുവ നേതാവിനെതിരെ വെളിപ്പെടുത്തൽ നടത്തുന്നു, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ആരോപണ വിധേയനാകുന്നു. അതിനുശേഷം റിനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമുണ്ടായി. അതിനിടയിലാണ് തന്നെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് റിനി ആൻ ജോർജ് പരാതി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ എടുത്ത കേസ് IT നിയമപ്രകാരമാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഏത് നിമിഷവും തന്നെ അറസ്റ്റ് ചെയ്യാമെന്നും സാമൂഹ്യ വിമർശനം പാടില്ലെന്ന് പറയാൻ റിനി മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ ആണോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. അതേസമയം പുരുഷ കമ്മീഷൻ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് 6 മാസം മുൻപ് ഷാഫി പറമ്പിൽ MPയോട് താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് പോലും എതിർപ്പാണെന്ന്. ഇങ്ങനെ ഒരു കമ്മീഷൻ വന്നാൽ അത് സ്ത്രീകൾക്കെതിരെയാവുമെന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ കമ്മീഷന്റെ ആവശ്യകത രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലായി കാണുമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. എന്തായാലും യുവ നേതാവ് മോശമായി ഇടപെട്ടെന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നേരിട്ട സൈബർ ആക്രമണങ്ങളാണ് പരാതിയുമായി നടി റിനി ജോർജ് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസിലുമാണ് റിനി പരാതി നൽകിയത്. തനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ, അപകീർത്തികരമായ പ്രചാരണങ്ങൾ എന്നിവയിൽ കേസെടുക്കണമെന്നായിരുന്നു റിനിയുടെ ആവശ്യം. വിവിധ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, ഓൺലൈൻ YouTube ചാനലുകൾ എന്നിവയ്ക്ക് പുറമെ രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ എന്നിവർക്കെതിരെയും റിനി പരാതി നൽകി. തന്നെ മോശമായി പരാമർശിക്കുന്ന വീഡിയോകളുടെ ലിങ്കുകൾ ഉൾപ്പെടെ റിനി പരാതിക്കൊപ്പം സമർപ്പിച്ചു. റിനിയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ചൂഷണത്തിനിരയായ യുവതിക്ക് റിനി ഐക്യദാർഢ്യവും അറിയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക സംഘത്തെ ഉൾപ്പെടെയാണ് നിയോഗിച്ചത്. പ്രത്യേക സംഘം റിനിയിൽ നിന്നുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് സൈബർ ആക്രമണത്തിൽ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ SP, മുനമ്പം DYSP എന്നിവർക്കും പരാതി നൽകി. പൊള്ളേണ്ടവർക്ക് പൊള്ളിയെന്നും അതാണ് തനിക്കെതിരെ നടക്കുന്ന പെയ്ഡ് സൈബർ ആക്രമണത്തിന് കാരണമെന്നും റിനി ആൻ ജോർജ് പറഞ്ഞിരുന്നു. നേരിട്ട് ആക്രമണം നടത്തുന്നവരെ മാത്രമല്ല, പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തണം. തന്നെ മാത്രമല്ല, തന്റെ പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയും ഇത് ബാധിക്കുന്നുണ്ടെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂല പ്രതികരണവുമായി നടൻ രമേശ് പിഷാരടി രംഗത്ത് വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഇതുവരെ പരാതികളൊന്നും വന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളതെന്നും രമേശ് പിഷാരടി പറഞ്ഞു. പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിനെതിരെ ഒരു പരാതി പോലും ഇല്ലെന്ന കാര്യം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോപണങ്ങൾ മാത്രമായതിനാൽ അത് തെളിയിക്കപ്പെടും വരെ നിലവിലുള്ള സ്ഥാനം രാജിവെക്കേണ്ടതില്ല. പക്ഷേ MLA എന്ന നിലയിൽ രാഹുൽ കുറെ കൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷാഫിക്കെതിരെയുള്ള വിമർശനം രാഹുലിന്റെ സുഹൃത്തായതിനാലാണ്. ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ 2.5 വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായി. എന്നിട്ട് എന്തുണ്ടായി? അതെല്ലാം ഇല്ലാതായി പോയില്ലേ എന്നും രമേശ് പിഷാരടി ചോദിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.